നമസ്കാരം. ഡെയിലി ന്യൂസ് ശുഭദിനത്തിലേക്ക് സ്വാഗതം. എന്തുകൊണ്ടാണ് നാം കംഫർട്ട് സോണുകളെ ഉപേക്ഷിക്കണമെന്ന് പറയുന്നത്? ഇന്നത്തെ ശുഭദിന ചിന്തയിലേക്ക്. ഡെയിലി ന്യൂസ് ശുഭദിനം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അമൃത് വേണി ഹെയർ എലിക്സിയർ. അയാളുടെ കഷ്ടപ്പാട് കണ്ട് സുഹൃത്ത് അയാൾക്ക് കടയിൽ ഒരു ജോലി വാങ്ങിക്കൊടുത്തു. ആദ്യമെല്ലാം ജോലി അയാൾക്ക് ബുദ്ധിമുട്ടായിരുന്നെങ്കിലും പിന്നീട് അയാൾ അതിൽ മിടുക്കനായി തീർന്നു. വർഷങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും ആ കടയിലെ എല്ലാ സെക്ഷനിലും പ്രഗത്ഭനായി അയാൾ മാറി. പക്ഷേ അയാളുടെ ശമ്പളം കൂടിയതേയില്ല. ഇതറിഞ്ഞ കൂട്ടുകാരൻ മറ്റൊരു കടയിൽ ഉയർന്ന ശമ്പളത്തിൽ ഒരു ജോലി വാഗ്ദാനം ചെയ്തു. പക്ഷേ പുതിയ കടയിലെ പുതിയ സാഹചര്യത്തെ നേരിടേണ്ടി വരുമല്ലോ എന്നോർത്ത് അയാൾ ആ ജോലി സ്വീകരിക്കാതെ കാലം നീക്കി. മഹത്തായതിനെ സ്വന്തമാക്കണമെങ്കിൽ ശരാശരിയെ ഉപേക്ഷിച്ചേ മതിയാകൂ. കൈവശമാക്കാൻ എളുപ്പമുള്ളവയെ പിന്തുടരാൻ ആളുകൾക്ക് ഇഷ്ടമാണ്. ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ട് അവർ ജീവിതം തള്ളി നീക്കും. സന്തോഷം നൽകുന്നവയെല്ലാം അഭിവൃദ്ധി നൽകണമെന്നില്ല. ചിലരെങ്കിലും വളരാത്തതിന് കാരണവും ഇതാണ്. തങ്ങളുടെ നിലവിലുള്ള സന്തോഷാവസ്ഥയെ വിട്ടുകളയാൻ അവർ ആഗ്രഹിക്കുന്നില്ല. കാലത്തിനും പ്രായത്തിനും അനുസരിച്ച് സ്വപ്നങ്ങളിലും ലക്ഷ്യങ്ങളിലും ക്രിയാത്മകമായ വ്യത്യാസമുണ്ടാകണം. അതില്ലാത്തവർ അവനവനെയും കർമ്മമണ്ഡലങ്ങളെയും അവഹേളിക്കുകയാണ് ചെയ്യുന്നത്. 1-ാം ക്ലാസ്സിൽ സംഗീതത്തിന് കിട്ടിയ 1-ാം സ്ഥാനം കോളേജ് കാലഘട്ടത്തിൽ വിലമതിക്കുമോ? പക്ഷേ അത് കുട്ടിക്കാലത്തെ പ്രചോദനവും അതിവിശിഷ്ടവുമായ ഒന്നായിരുന്നു. ഒരു നേട്ടത്തിനും എല്ലാ കാലവും വിലയുണ്ടാകില്ല. കാലത്തിനും പ്രായത്തിനുമനുസരിച്ച് നേട്ടങ്ങളുടെ നിലവാരത്തിലും വ്യത്യാസമുണ്ടാകും. നാം വളരുകയാണ്, ഒപ്പം നമ്മുടെ ലക്ഷ്യങ്ങളും സ്വപ്നങ്ങളും വളരട്ടെ. കംഫർട്ട് സോണുകളെ നമുക്ക് ഉപേക്ഷിക്കാം. ജീവിതത്തെ ക്രിയാത്മകമാക്കി മുന്നേറാം. ശുഭദിനം.